Hello everyone, welcome to Easy English channel. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിലെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ആർട്ടിക്കിൾസ്? ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾസ് ആർ വേർഡ്സ് ദാറ്റ് മോഡിഫൈ നൗൺസ്. അതായത് നൗൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നാമം. Name of a person, name of a thing, name of a place, name of an animal, ഇതെല്ലാത്തിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വ്യക്തിയുടെ പേരോ ഒരു സ്ഥലത്തിൻ്റെ പേരോ ഒരു സാധനത്തിൻ്റെ പേരോ ഒരു മൃഗത്തിൻ്റെ പേരോ ആവാം. ഇതിനെല്ലാം നമ്മൾ നൗൺ എന്ന് പറയുന്നു ഇംഗ്ലീഷിൽ. ഓക്കെ, അങ്ങനെ ഉള്ള ഒരു നൗണിനെ മോഡിഫൈ ചെയ്യുന്ന വാക്കാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. നൗൺ എന്നുള്ളതിനെ തന്നെ എടുത്താൽ ചില നൗൺ വളരെ സ്പെസിഫിക് ആയിരിക്കും. അതായത് ഒരു പർട്ടിക്കുലർ സാധനത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതാണ് ചിലപ്പോൾ നമ്മൾ പറയുന്ന നൗൺ സ്പെസിഫിക് അല്ലായിരിക്കാം. ജനറലായിട്ട് പൊതുവെ പറയുന്ന നൗൺ ആയിരിക്കാം. സ്പെസിഫിക് ആയിട്ടുള്ള നൗൺസും ഉണ്ട്, നോൺ സ്പെസിഫിക് ആയിട്ടുള്ള നൗൺസും ഉണ്ട്. ഓക്കെ, സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളിനെ രമേശ് എന്ന് പറഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു വ്യക്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഒരാൾ എന്ന് പറഞ്ഞാൽ അതൊരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നൗണാണ്. നോൺ സ്പെസിഫിക് ആയിട്ടുള്ള നൗൺസിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾസ് ആണ് എ, അതായത് സൗണ്ട് എ അല്ല, സൗണ്ട് അ, അങ്ങനെയാണ്. എ എൻ, ആൻ. ഇവ രണ്ടും നമ്മൾ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള നൗൺസിനെ വിശേഷിപ്പിക്കാനാണ് ഉപയോഗിക്കേണ്ടത്. മറിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നൗൺ, അതായത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സാധനത്തിനെയോ കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിളാണ് THE, ദി അല്ല ദ. ഓക്കെ, THE, ദ. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആർട്ടിക്കിൾസ് ആണ് ഇംഗ്ലീഷിൽ മെയിനായിട്ടും ഉള്ളത്. അതായത് എ അല്ലെങ്കിൽ ആ, പിന്നെ AN, മറുവശത്ത് THE, ധ. ഇനി എ അഥവാ ആ ആൻഡ് AN ഇവ രണ്ടിനെയും നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നാണ് പറയുക. നേരെ മറിച്ച് THE, ധ, അതിനെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും പറയും. എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സാമ്പിൾ സെൻറ്റൻസ് ഒന്ന് നോക്കൂ. ഗിവ് മീ എ പെൻസിൽ. അതായത് എനിക്ക് ഒരു പെൻസിൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം. സ്പെസിഫിക് ആയിട്ട് ഏത് പെൻസിൽ എന്ന് നമ്മൾ ഇവിടെ ചോദിക്കുന്നില്ല അല്ലെങ്കിൽ പറയുന്നില്ല. എനിക്ക് ഏതെങ്കിലും ഒരു പെൻസിൽ തരൂ എന്നുള്ള അർത്ഥത്തിലാണ് ഗിവ് മീ എ പെൻസിൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ നോൺ സ്പെസിഫിക് നൗൺ. ഇവിടുത്തെ നൗൺ ഏതാ? പെൻസിൽ എന്നതാണ് നൗൺ. ഒരു വസ്തുവിൻ്റെ പേരാണ് പെൻസിൽ. ഓക്കെ, പക്ഷേ അത് നോൺ സ്പെസിഫിക് ആണ്, അല്ലെങ്കിലോ ഇൻഡെഫിനിറ്റ് ആണ്. യാതൊരുവിധ എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ഇത് തന്നെ എനിക്ക് വേണം എന്ന് നമ്മൾ ആവശ്യപ്പെടാതെ ഒരു സാധനത്തിനെ കുറിച്ച് റെഫർ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളാണ് എ അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ AN. ഓക്കെ, അടുത്ത സാമ്പിൾ സെൻറ്റൻസ് ഒന്ന് നോക്കൂ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ ധ ആണ്, THE. എക്സാമ്പിൾ, ഗിവ് മീ ദ ബാഗ് എന്നാണ് പറയുന്നത്. ഗിവ് മീ എ ബാഗ് എന്ന് പറയുന്നില്ല, ഗിവ് മീ ആൻ ബാഗ് എന്ന് പറയുന്നില്ല, പക്ഷേ ഗിവ് മീ ദ ബാഗ്. ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു ബാഗിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഗിവ് മീ ദ ബാഗ്, അത് ഞാൻ പറയുന്ന ആൾക്കും ഏത് ബാഗാണെന്ന് അറിയാം, കേൾക്കുന്ന ആൾക്കും ഏത് ബാഗാണെന്ന് അറിയാം. അതുകൊണ്ട് ഇന്ന ബാഗ് എന്ന് ഞാൻ എടുത്ത് പറയേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. ഞാൻ വെറുതെ ഗിവ് മീ ദ ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് രണ്ടു കൂട്ടർക്കും അറിയാം ഏത് ബാഗിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന്. സോ ഇവിടെ ഇറ്റ് ഈസ് എ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അതായത് ഏത് ബാഗാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡെഫിനിറ്റ് ആയിട്ട് നമുക്കറിയാം, രണ്ടു പേർക്കും അറിയാം, കേൾക്കുന്ന ആൾക്കും അറിയാം, പറയുന്ന ആൾക്കും അറിയാം ഡെഫിനിറ്റ് ആയിട്ട് ഏത് ബാഗിനെ കുറിച്ചാണ്
പറയുന്നത് എന്ന്. അങ്ങനെ വരുമ്പോൾ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിളാണ് ദ, THE. അതിനാലാണ് ആ THE എന്ന ആർട്ടിക്കിളിനെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ആർട്ടിക്കിൾസ് ഉപയോഗിക്കേണ്ട ചില റൂൾസുകളെ കുറിച്ച് മനസ്സിലാക്കാം. ഇംഗ്ലീഷിൽ 5 വവൽ സൗണ്ട്സ് ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. A, E, I, O, U. ഇത് ഇംഗ്ലീഷിലുള്ള സ്വരാക്ഷരങ്ങളാണ്. മറ്റു അക്ഷരങ്ങൾ എല്ലാം തന്നെ കോൺസോണൻസ് എന്നാണ് പറയുക ഇംഗ്ലീഷിൽ. ഇത് നമ്മൾ ഈ ആർട്ടിക്കിൾസ് പഠിക്കുന്ന കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വവൽസ് ആൻഡ് കോൺസണൻസ്. അതായത് വവ്വൽ എന്ന് പറയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ പല ചാനലിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ചാനൽസിൽ തന്നെ അവർ പറയുന്നത് വവ്വൽ എന്നാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ഈസ് വവൽ. ആ വവ്വൽ എന്നുള്ളത് ഒരു വളരെ മൈൽഡായിരിക്കണം. വവൽ ഒരു ഒഴുക്കൻ മട്ടിലാണ് പറയേണ്ടത്, വവൽ. ഓക്കെ, ഇനി റൂൾസിലേക്ക് കിടക്കാം. എ എന്ന ആർട്ട് ഉപയോഗിക്കേണ്ടത് കൺസോണന്റ് സൗണ്ട്സിൻ്റെ മുൻപിലാണ്. എക്സാമ്പിൾസ് നോക്കൂ. എ ടേബിൾ, എ പെൻസിൽ, എ മാംഗോ, എ ഹൗസ്, എ കാർ, എ ബോയ്, എ ഗേൾ. ഈ വാക്കുകൾ എല്ലാം തുടങ്ങുന്ന സൗണ്ട് കൺസോണന്റ് സൗണ്ടാണ്, അതായത് വവൽ സൗണ്ട് അല്ല എന്ന് ചുരുക്കം. ഓക്കെ, എ ടേബിൾ എന്ന് പറഞ്ഞാൽ ട ആണ്, എ പെൻസിൽ പറഞ്ഞാൽ പ ആണ്, എ മാംഗോ എന്ന് പറഞ്ഞാൽ മ ആണ്, എ ഹൗസ് പറഞ്ഞാൽ ഹ ആണ്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന സൗണ്ടുകളുടെ മുന്നിൽ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിളാണ് അ. വവൽ സൗണ്ടുകൾ വരുമ്പോൾ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിളാണ് ആൻ, അതായത് AN, ആൻ എന്ന് പറയില്ല, എൻ. ഓക്കെ, അപ്പോൾ വവൽ സൗണ്ട്സ് വരുമ്പോൾ എൻ ഉപയോഗിക്കണം. എക്സാമ്പിൾ നോക്കാം. എൻ എലിഫൻറ്റ്, എൻ ഓറഞ്ച്, an apple, an ice, an old man. ഓക്കെ, ഈ റൂളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഈ 2 സെൻറ്റൻസസ് ഒന്ന് ശ്രദ്ധിക്കൂ. മൈ സിസ്റ്റർ വർക്ക്സ് ഇൻ എ യൂണിവേഴ്സിറ്റി. രണ്ടാമത്തെ സെൻറ്റൻസ്, ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ടു റെയിൻ, പ്ലീസ് ഗെറ്റ് മീ എൻ അംബ്രല. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് മുൻപിൽ ഞാൻ എ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ആ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിച്ചു. അംബ്രല എന്നുള്ള വാക്കിൻ്റെ മുന്നിൽ ആൻ ഉപയോഗിച്ചു. പക്ഷേ നമ്മുടെ റൂൾ പ്രകാരം നോക്കുകയാണെങ്കിൽ AEIOU എന്നുള്ള വവൽസിൻ്റെ മുന്നിൽ നമ്മൾ ആൻ ഉപയോഗിക്കണം എന്നാണ് നമ്മൾ റൂളിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ എ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അംബ്രലയ്ക്ക് മുന്നിൽ ആൻ ഉപയോഗിക്കുകയും ചെയ്തു. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? എങ്ങനെയാണ് അപ്പോൾ റൂളല്ലാതെ നമ്മൾ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നു? ഇത് ശരിക്കും പറഞ്ഞാൽ റൂള് നമ്മളിവിടെ തെറ്റിച്ചിട്ടില്ല. കാരണം ഈ AEIOU എന്ന് പറഞ്ഞ സ്ഥലത്ത് യു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉച്ചാരണം ആണ് നമ്മൾ എടുക്കേണ്ടത്. വവൽ സൗണ്ടാണ്, അല്ലാണ്ട് വവലിൻ്റെ അക്ഷരമല്ല. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ യു ആണ് വരുന്നത്, ഒരു നീട്ടിയിട്ടുള്ള ഒരു യു ആണ്. അംബ്രല അതും യുവിലാണ് തുടങ്ങുന്നത്, പക്ഷെ നമ്മൾ യുംബ്രല എന്ന് പറയുന്നില്ല, അവിടെ അംബ്രല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ എന്നുള്ള സൗണ്ടാണ് യു കൊണ്ട് ഉദ്ദേശിക്കുന്നത് വവൽസിൽ. അപ്പോൾ ആ വവൽ സൗണ്ട് അല്ലെങ്കിൽ ആ വവൽ സൗണ്ട് ആ എന്ന് വരുന്ന സ്ഥലത്താണ് ആൻ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് പ്ലീസ് ഗെറ്റ് മീ ആൻ അംബ്രല എന്ന് പറഞ്ഞിട്ടുള്ളത്. വെറാസ് മൈ സിസ്റ്റർ വർക്ക്സ് ഇൻ എ യൂണിവേഴ്സിറ്റി, അവിടെ ആ വരുന്നില്ല, യു ആണ് വരുന്നത്. അതുകൊണ്ട് എ യൂണിവേഴ്സിറ്റി എന്നുള്ളത് വന്നു. ഓക്കെ, അതേപോലെ അടുത്ത സെൻറ്റൻസ്, ഷീ ഹാസ് ആൻ MBA ഇൻ ഫൈനാൻസ്. ഇവിടെ നമ്മൾ ആദ്യത്തെ റൂൾ പ്രകാരം കൺസോണന്റ് സൗണ്ടാണ് എം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ പറയുക, ഐ ഹാവ് എ മാംഗോ, അതായത് മാംഗോ എമ്മിൽ തുടങ്ങുന്നു, പക്ഷെ അവിടെ എ മാംഗോ എന്നാണ് പറയുന്നത്. ഇവിടെ MBA എമ്മിൽ തുടങ്ങുന്നു, പക്ഷേ AMBA എന്ന് പറയുന്നില്ല, ആൻ MBA എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ?
കാരണം MBA എന്ന് എമ്മിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ സൗണ്ട് അതിലാണ് തുടങ്ങുന്നത്. ആൻഡ് എം എന്ന് പറയുന്നതിന് മുമ്പൊരു വരുന്നുണ്ട്. അപ്പോൾ അത് വവൽ സൗണ്ടാണ്. അത് കാരണം നമ്മൾ വവലിൻ്റെ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഷീ ഹാസ് an MBA ഇൻ ഫിനാൻസ് എന്നാണ് പറയേണ്ടത്. അല്ലാതെ ഷീ ഹാസ് MBA എന്ന് പറയാൻ പാടില്ല. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. ഇനി അടുത്ത റൂള് എ അല്ലെങ്കിൽ ആ, AN ഈ ആർട്ടിക്കിൾസ് നമ്മൾ കൗണ്ടബിൾ ആൻഡ് സിംഗുലർ നൗൺസിനോടൊപ്പമാണ് ഉപയോഗിക്കേണ്ടത്. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റിയത്. സിംഗുലർ നൗൺസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു, ഇങ്ങനെ ഉള്ളവയ്ക്ക് മുൻപിലാണ് നമ്മൾ എ അല്ലെങ്കിൽ ആൻ എന്ന് ചേർക്കേണ്ടത്. കോൺസണന്റ് വവൽ എന്നുള്ള ആ റൂളിനോടും ചേർത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ കൗണ്ടബിൾ ആയിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ എ മാംഗോ, ആൻ ആപ്പിൾ, എ ഡോഗ്, എ കാറ്റ്. എന്തുകൊണ്ടാണ് എ ഡോഗും എ കാറ്റും വരുന്നത്? കാരണം ഡോഗ് ഡ ആണ്, കാറ്റ് ഖ ആണ്, അപ്പോൾ കൺസോണൻ്റ് ആണ്, അതുകൊണ്ട് എ ഉപയോഗിക്കുന്നു. എലിഫൻറ്റ് പറഞ്ഞാൽ എ സൗണ്ടാണ് എലിഫൻറ്റിൻ്റെ തുടക്കത്തിൽ വരുന്നത്, അതുകൊണ്ട് അതൊരു വവൽ സൗണ്ടാണ്, അതുകൊണ്ട് നമ്മൾ ആൻ ഉപയോഗിക്കുന്നു. അതേപോലെ ആൻ ആൻഡ് ഒരു വവൽ സൗണ്ടാണ് അവിടെയും. എ ബസ് എന്നാണ് ഉപയോഗിക്കുന്നത്, കാരണം ബ ഒരു വവലല്ല, അതുകൊണ്ട് എ ഉപയോഗിക്കുന്നു, അതായത് എ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ എ ട്രെയിൻ, പക്ഷേ ആൻ എയറോപ്ലെയിൻ എന്നാണ് പറയുക. എയറോപ്ലെയിൻ അല്ല, ആൻ എയറോപ്ലെയിൻ. എന്തുകൊണ്ടാണ്? എയറോപ്ലെയിൻ്റെ തുടക്കത്തിൽ വവൽ സൗണ്ട് വരുന്നതുകൊണ്ട്. ഓക്കെ, അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റാത്ത നൗൺസ് അല്ലെങ്കിൽ എണ്ണാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ അൺകൗണ്ടബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ വാട്ടർ, മിൽക്ക്, എയർ, ഫയർ, ആങ്കർ, ലവ്, നോളജ്, വെളിച്ചം, അതായത് ബ്രൈറ്റ്നസ്. ഇതൊന്നും നമുക്ക് എണ്ണാൻ പറ്റില്ല. അതായത് 3 വാട്ടർ അങ്ങനെ നമ്മൾ പറയാറില്ല. ഓഫ് കോഴ്സ് കേരളത്തിൽ ഒരു ഹോട്ടലിൽ പോയിട്ട് ഗിവ് മീ 3 വാട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വാട്ടർ ബോട്ടിൽ തരും. അതായത് നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ആ പറഞ്ഞത് കേട്ട ആൾക്ക് നിങ്ങൾക്ക് എന്താ ആവശ്യം, നിങ്ങൾക്ക് വേണ്ടത് 3 ബോട്ടിൽ വെള്ളമാണ് എന്നുള്ളതും അയാൾക്കറിയാം. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് കേരളത്തിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രോപ്പർ ഗ്രാമറും മറ്റുള്ള കാര്യങ്ങളും ആവശ്യം വരുന്നില്ല. പക്ഷേ നമ്മളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിന്ന് ഉള്ള ആൾക്കാരുമായി നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ പ്രോപ്പർ ഇംഗ്ലീഷ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് വാട്ടർ ഈസ് അൺകൗണ്ടബിൾ. ഗിവ് മീ 3 വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് തെറ്റായ ഇംഗ്ലീഷാണ്. നിങ്ങൾക്ക് 3 വാട്ടർ ബോട്ടിലുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക? ക്യാൻ യു പ്ലീസ് ഗിവ് മീ 3 bottles ഓഫ് വാട്ടർ. ഇതാണ് പ്രോപ്പറായിട്ട് വാട്ടർ ബോട്ടിലുകൾ എനിക്ക് തരൂ എന്ന് പറയാനുള്ള ഇംഗ്ലീഷ് അങ്ങനെയാണ്. എനിവേ, അതിൻ്റെ ഒരു വേരിയേഷൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നത് വെച്ചാൽ എ അല്ലെങ്കിൽ ആ ആൻഡ് AN എന്നുള്ള ഈ 2 ആർട്ടിക്കിൾസ് കൗണ്ടബിൾ സിംഗുലർ നൗൺസിനോടൊപ്പമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത റൂൾ നോക്കാം. ഇവിടെ നമുക്ക് A ആൻഡ് AN കൂടാതെ THE എന്ന ആർട്ടിക്കിളിനെ കുറിച്ചും മനസ്സിലാക്കാം. THE അതായത് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇംഗ്ലീഷിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ THEനെ കുറിച്ച് ഒരു ഫുൾ വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ANൻ്റെ കൂടെ തന്നെ ബേസിക്കായിട്ട് THEനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതാണ് A ആൻഡ് AN രണ്ടും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നാണ് പറയാറ്. THE അതിനെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നാണ് പറയാറുള്ളത്. എന്തുകൊണ്ടാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് വെച്ചാൽ THE ഉപയോഗിച്ച് നമ്മൾ ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു നൗണിനെയോ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അതിൽ
നമുക്ക് അറിയുന്ന ഒരു കാര്യത്തിന് പറയുമ്പോഴാണ് THE ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ഈ റൂളിൽ ആദ്യത്തെ റൂളൊന്ന് നോക്കൂ. യൂസ് A or AN ഫോർ അൺനോൺ പേഴ്സൺ ഓർ തിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾക്ക് മുൻ പരിചയമില്ലാത്ത ഒരു ആളിനെക്കുറിച്ചോ ഒരു സാധനത്തെക്കുറിച്ചോ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ വിശേഷിപ്പിക്കുമ്പോഴോ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിളാണ് A അല്ലെങ്കിൽ AN. പക്ഷേ THE നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമ്മൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നേരത്തെ അറിയുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മളവിടെ THE ഉപയോഗിക്കണം. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. My sister has a cycle and a scooter. The cycle is 10 years old, but the scooter is brand new. ഇവിടെ പറയുന്നത് എൻ്റെ സിസ്റ്ററിന് ഒരു സൈക്കിളും ഒരു സ്കൂട്ടറും ഉണ്ട്. സൈക്കിള് 10 വർഷം പഴക്കമുള്ളതാണ്, പക്ഷേ സ്കൂട്ടർ പുതിയതാണ് എന്നാണ് നമ്മൾ ഈ സെൻറ്റൻസിൽ പറഞ്ഞിട്ടുള്ളത്. ഈ സെൻറ്റൻസ് 2 പാർട്ടായിട്ടാണ് ഉള്ളത്. ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ സിസ്റ്ററിൻ്റെ സൈക്കിളിനെ കുറിച്ചും സിസ്റ്ററിൻ്റെ സ്കൂട്ടറിനെ കുറിച്ചും കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അതായത് എൻ്റെ സിസ്റ്റർക്ക് ഒരു സൈക്കിളും ഒരു സ്കൂട്ടറും ഉണ്ട് എന്ന് ഇപ്പോൾ നമ്മൾ സ്ഥാപിച്ചു. രണ്ടാമത്തെ പോർഷനിൽ അതേ സൈക്കിളിനെ കുറിച്ച് പറയുമ്പോൾ വീണ്ടും എൻ്റെ സിസ്റ്ററിൻ്റെ സൈക്കിൾ 10 വർഷം പ്രായമുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റഡ് മൈ സിസ്റ്റർ എന്നതിന് പകരം ദ സൈക്കിൾ എന്നാണ് നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ദ സൈക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എൻ്റെ സിസ്റ്ററിൻ്റെ സൈക്കിളിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ വേറെ ആരുടെയെങ്കിലും സൈക്കിളിനെ കുറിച്ചിട്ടല്ല നമ്മൾ പറയുന്നത്. വളരെ ക്ലിയർ ആണ്, അതായത് വളരെ ഡെഫിനിറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത് ഇവിടെ. ഓക്കെ, രണ്ടാമത്തെ പോർഷൻ ഒന്നുകൂടെ നോക്കൂ. ദ സൈക്കിൾ ഇസ് 10 years old ബട്ട് ദ സ്കൂട്ടർ ഇസ് ബ്രാൻഡ് ന്യൂ. അതായത് സൈക്കിള് 10 വർഷം പഴക്കമുണ്ട്, പക്ഷേ സ്കൂട്ടർ പുതിയതാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. ഈ ആദ്യത്തെ പോർഷനിൽ A എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു, രണ്ടാമത്തെ പോർഷനിൽ അതേ വസ്തുവിനെ റെഫർ ചെയ്യുന്നതുകൊണ്ട് ദ ഉപയോഗിക്കുന്നു. ഓക്കെ, അടുത്ത നോക്കൂ. പ്ലീസ് ക്ലോസ് ദ ഡോർ. പ്ലീസ് വാതിലടയ്ക്കൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഏത് ഡോർ എന്ന് നമ്മൾ എടുത്ത് പറയുന്നില്ല. കാരണം പറയുന്ന എനിക്കും അറിയാം, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കും അറിയാം ഏത് ഡോറാണ് അടയ്ക്കേണ്ടത്. മേ ബി ഞങ്ങൾ സംസാരിക്കുന്ന റൂമിൽ ഒരു ഡോറുണ്ട്, ആ ഡോറ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഡോറിനെ വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പ്ലീസ് ക്ലോസ് ദ ഡോർ. അപ്പോൾ ഇവിടെ ഞാൻ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ ആണ് ഉപയോഗിക്കുന്നത്. കാരണം ഏത് ഡോറാണെന്ന് ഡെഫിനിറ്റ് ആയിട്ട്, കാരണം 2 പേർക്കും അറിയുന്ന കാര്യമാണ്. അടുത്ത റൂൾ നോക്കാം. ഇവിടെ ഒരു പ്രത്യേക വസ്തുവിനെക്കുറിച്ചോ ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ചോ നമ്മൾ പറയുന്നില്ലെങ്കിൽ A അല്ലെങ്കിൽ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടുത്തെ ഈ എക്സാമ്പിൾ ഒന്ന് നോക്കൂ. ഐ ആം പ്ലാനിങ് ടു ബൈ എൻ അപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, രണ്ടാമത്തെ സെൻറ്റൻസ് ഐ ആം പ്ലാനിങ് ടു ബൈ എ 2-bedroom അപ്പാർട്ട്മെൻറ്റ്. 2 സ്റ്റേറ്റ്മെൻറ്റിലും ഒരേ നൗൺ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതായത് അപ്പാർട്ട്മെൻറ്റ്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ ഉപയോഗിച്ച ആർട്ടിക്കിൾ AN ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിച്ച ആർട്ടിക്കിൾ A ആണ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? അപ്പാർട്ട്മെൻറ്റ് എന്നുള്ള വാക്ക് തുടങ്ങുന്നത് തന്നെ ഒരു വവൽ സൗണ്ട് കൊണ്ടാണ്. അതായത് നമ്മൾ ആദ്യത്തെ റൂളിൽ പറഞ്ഞിട്ടുള്ളത് വവൽ സൗണ്ടിന് മുൻപ് AN ആണ് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിൽ ഐ ആം പ്ലാനിങ് ടു ബൈ ആൻ അപ്പാർട്ട്മെൻറ്റ് എന്ന് ഉപയോഗിച്ചത്. രണ്ടാമത്തേതിൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ ഒരു വിശേഷണം വന്നിട്ടുണ്ട്, 2-bedroom. അതായത് എങ്ങനത്തെ അപ്പാർട്ട്മെൻറ്റാണ്? 2-bedroom അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഐ ആം പ്ലാനിങ് ടു ബൈ എ
ടു ആണ്. അതായത് ട് എന്നുള്ള സൗണ്ട് വവൽ സൗണ്ട് അല്ല, കൺസണൻറ്റ് സൗണ്ടാണ്. അപ്പം നമ്മളവിടെ എ എന്നുള്ള ആർട്ടിക്കിളാണ് ഉപയോഗിച്ചത്. അടുത്തതായി നമ്മൾ THE ത എന്നുള്ള ആർട്ടിക്കിളിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ അതിൻ്റെ സാമ്പിൾ സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കാം. ഐ എം പ്ലാനിങ് ടു ബൈ ദ അപ്പാർട്ട്മെൻറ്റ് ലാസ്റ്റ് വീക്ക്. അതായത് നമ്മൾ എ ആനിനുള്ള എക്സാമ്പിളിൽ പറഞ്ഞത് ഐ എം പ്ലാനിങ് ടു ബൈ ആൻ അപ്പാർട്ട്മെൻറ്റ്, അതായത് ഞാനൊരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് ഐ എം പ്ലാനിങ് ടു ബൈ ദ അപ്പാർട്ട്മെൻറ്റ് വിച്ച് വി സോ ലാസ്റ്റ് വീക്ക്. അപ്പം നമ്മൾ ഇവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു പ്രത്യേക അപ്പാർട്ട്മെൻറ്റ് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നു എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ദ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് അപ്പാർട്ട്മെൻറ്റാണ് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യണത്? വിച്ച് വി സോ ലാസ്റ്റ് വീക്ക്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട അപ്പാർട്ട്മെൻറ്റാണ് ഞാൻ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ട അപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും അറിയാവുന്നത് കൊണ്ട്, ദറ്റ് മീൻസ് നോൺ ആണ്. അതുകൊണ്ടാണ് നമ്മൾ THE എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കൂ. ദി അപ്പാർട്ട്മെൻറ്റ് ഇൻ ഗാന്ധിനഗർ കോളനി. അതായത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ട അപ്പാർട്ട്മെൻറ്റാണ് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള ഒരു ഉത്തരത്തിൽ വീണ്ടും ക്ലാരിറ്റി വരാൻ വേണ്ടി ചിലപ്പോൾ ഒരു മറു ചോദ്യം വരാം. അതായത് ലാസ്റ്റ് വീക്ക് നമ്മൾ പല അപ്പാർട്ട്മെൻറ്റ്സും കണ്ടിരിക്കാം. അപ്പോൾ അതിലേതാണ് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ അവസാനത്തെ ആ സെൻറ്റൻസ് പറയുന്നത്. അതായത് സോ വിച്ച് വൺ അല്ലെങ്കിൽ വിച്ച് അപ്പാർട്ട്മെൻറ്റ് എന്ന് ചോദിക്കുമ്പോൾ ദ അപ്പാർട്ട്മെൻറ്റ് ഇൻ ഗാന്ധിനഗർ കോളനി, അതായത് ഗാന്ധിനഗർ കോളനിയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട അപ്പാർട്ട്മെൻറ്റാണ് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ ഈ എ ആൻഡ് ദ എന്നുള്ളതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എയും ആനും നമുക്ക് അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ആർട്ടിക്കിളാണ്. പക്ഷെ നമുക്ക് അറിയുന്ന ഒരു വസ്തുവിനെക്കുറിച്ചോ ഒരു ആളിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചോ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ THE ദ എന്നുള്ള ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ആർട്ടിക്കിൾസ് എ ആൻഡ് ദ, എ എന്ന് എഴുതുമ്പോൾ എ ആണെങ്കിലും പറയുമ്പോൾ അ എന്നുള്ള സൗണ്ടാണ് പറയേണ്ടത്. ഓക്കെ, സോ ഈ ആർട്ടിക്കിൾസ് എങ്ങനെയാണ്, എപ്പോഴൊക്കെയാണ്, ഏത് വിധത്തിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.